അക്കൗണ്ടിംഗ് ആൻഡ് ജി എസ് ടി ലേണിംഗ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ഒരു ജി എസ് ടി ലേണിങ്ങിനെ കുറിച്ചോ അതേപോലെ അക്കൗണ്ടിംഗ് ലേണിങ്ങിനെ കുറിച്ചുള്ള ഒരു ചാനലാണ്. കൂടാതെ തന്നെ നമ്മുടെ അക്കൗണ്ടിംഗ് ടിപ്സ്, അതേപോലെ ജി എസ് ടി എങ്ങനെ ഫയൽ ചെയ്യുക എന്നതിനെക്കുറിച്ചുള്ള വീഡിയോസാണ് നമ്മളിതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ നമ്മൾ ഇൻകം ടാക്സ് വിവരങ്ങളും അതേപോലെ ഇൻകം ടാക്സ് രജിസ്ട്രേഷൻ എങ്ങനെ എടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നമസ്കാരം. നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്ന കാര്യം ഒരു ജി എസ് ടി രജിസ്ട്രേഷൻ നമുക്ക് എടുക്കേണ്ട ആവശ്യകത എപ്പോഴാണെന്നുള്ളതാണ്. നമ്മൾ ജി എസ് ടി രജിസ്ട്രേഷൻ ആവശ്യകത എപ്പോഴാണ് എടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചും അതുപോലെ ജി എസ് ടി രജിസ്ട്രേഷൻ നമുക്ക് എങ്ങനെ എടുക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പം നമുക്ക് ആരൊക്കെയാണ് ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. എന്നിട്ട് നമുക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ എങ്ങനെ ഓൺലൈനായിട്ട് എടുക്കുക എന്നുള്ള കാര്യം പഠിക്കാം. അതായത് ഹൂ ഈസ് എലിജിബിൾ ടു രജിസ്റ്റർ അണ്ടർ ജി എസ് ടി, അതായത് ആരൊക്കെയാണ് ജി എസ് ടിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്. അതായത് നമ്മുടെ ടോട്ടൽ ബിസിനസ്സിൻ്റെ ടേൺ ഓവർ ഒരു 40 ലാഖിൻ്റെ എബോവ് ആണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. അത് മാൻഡേറ്ററി ആണ്. കൂടാതെ തന്നെ സ്പെഷ്യൽ കേസിൽ നമുക്ക് 10 ലാഖ്, അതായത് ജമ്മു ആൻഡ് കാശ്മീർ അതേപോലെ ഹിമാചൽ പ്രദേശ് ആ സ്റ്റേറ്റിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ഏകദേശം ഒരു ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. 10 ലാഖ് അതേപോലെ 20 ലാഖ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 40 ലാഖിൻ്റെ എബോവ് ട്രാൻസാക്ഷൻ ഉള്ള ആൾക്കാരൊക്കെ നിർബന്ധമായിട്ടും ജി എസ് ടി രജിസ്ട്രേഷൻ നിർബന്ധമായിട്ട് എടുക്കണം. പിന്നെ സ്പെഷ്യൽ കേസിൽ പിന്നെ ചില കേസിൽ അതായത് ടേൺ ഓവർ ഇല്ലെങ്കിൽ പോലും ചില കേസിൽ, അതായത് നമുക്ക് 20 ലാഖിനോ അല്ലെങ്കിൽ 40 ലാഖിനോ താഴെയാണെങ്കിൽ പോലും നമ്മൾ ജി എസ് ടി രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആയിട്ട് എടുക്കേണ്ട കേസ് ഉണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ദ ക്യാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ഐ എസ് ടി, അതായത് ഈ ക്യാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആണെങ്കിൽ അവരെന്തായാലും മാൻഡേറ്ററി ആയിട്ട് എടുക്കണം. അവിടെ ടേൺ ഓവർ ബേസ് ചെയ്തല്ല, അതെന്തായാലും നിർബന്ധമായിട്ടും ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കണം. അതേപോലെ ഇൻപുട്ട് ഡിസ്ട്രിബ്യൂട്ടർ ഐ എസ് ടി ഉള്ള ആൾക്കാർ. പിന്നെ കൂടാതെ നൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ, അതായത് ഇവിടെ അല്ലാത്ത ആൾക്കാർ, അതായത് നമ്മുടെ ഇന്ത്യയിലല്ലാത്ത ആൾക്കാർ, നൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ, അതായത് നമ്മുടെ ഇന്ത്യയിലല്ലാത്ത ആളാണെങ്കിൽ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കണം. അവിടെ നമ്മൾ ഇന്ത്യയിലല്ലാത്ത ആൾ വന്ന് ഇവിടെ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മുടെ രാജ്യത്തല്ലാതെ വേറൊരാൾ ഇവിടെ വന്ന് ബിസിനസ് ചെയ്യുമ്പോൾ അവർക്ക് ഇവിടെ ജി എസ് ടി രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്. കൂടാതെ തന്നെ ഇൻറ്റർസ്റ്റേറ്റ് സപ്ലയർ ഗുഡ്സ് ആൻഡ് സർവീസ്, അതായത് നമുക്ക് സംസ്ഥാനത്ത് നിന്നും പുറത്തേക്ക് സപ്ലൈ ചെയ്യാനും അതേപോലെ വാങ്ങാനും വിൽക്കാനും നമ്മളൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് ടേൺ ഓവർ കുറവാണെങ്കിൽ പോലും നമുക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ നിർബന്ധമായിട്ട് എടുക്കണം. അതേപോലെ സപ്ലയർ ഓർ ഗുഡ്സ് ത്രൂ എ ഇ കൊമേഴ്ഷ്യൽ പോർട്ടൽ, അതായത് നമ്മളൊരു ഇ കൊമേഴ്ഷ്യൽ, അതായത് നമ്മൾ ഈ ബിസിനസ് ചെയ്യണ ആൾക്കാരാണെങ്കിൽ അത് നമ്മൾ എന്തായാലും നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജി എസ് ടി രജിസ്ട്രേഷൻ നിർബന്ധമാണ്. പിന്നെ ലാബിൾ ടു പേ ടാക്സ് അണ്ടർ ദ റിവേഴ്സ് ചാർജ് മെക്കാനിസം, അതായത് നമ്മൾ എന്തെങ്കിലും ടാക്സ്, അതായത് നമ്മൾ വല്ല എന്തെങ്കിലും ഗുഡ്സ് വരുമ്പോൾ അതിന് നമ്മൾ റിവേഴ്സ് ടാക്സ് അടക്കുന്ന ഒരു മെക്കാനിസം നമുക്കുണ്ടെങ്കിൽ, അതായത് നമുക്ക് ജി ടി എ കേസൊക്കെ ഉണ്ടാവും. ആ ജി ടി എ കേസിലൊക്കെ വരുമ്പോൾ നമുക്ക് റിവേഴ്സ് ടാക്സ് അടക്കേണ്ട ഒരു കേസ് വരും. അപ്പോൾ ആ കേസിലൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കണം. പിന്നെ കൂടാതെ തന്നെ ഓൺലൈൻ ഡാറ്റ ആക്സസ് ഓർ റിട്രൈവൽ സർവീസ് പ്രൊവൈഡർ, അതായത് ഓൺലൈൻ ഡാറ്റ ആക്സസ് ഓർ റിട്രൈവൽ സർവീസ് പ്രൊവൈഡർ, ഈ കേസിലാണെങ്കിൽ ഓൺലൈൻ ഡാറ്റ ആക്സസ് ചെയ്യാനോ അല്ലെങ്കിൽ റിട്രൈവൽ കേസ് ആണെങ്കിൽ അതിലും നമ്മൾ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കണം. അതേപോലെ ടി ഡി എസ് ടി സി എസ് ഡിഡക്ടർ, അതായത് നമ്മൾ ടി ഡി എസ് ഏതെങ്കിലും അതായത് നമ്മുടെ എന്തെങ്കിലും ഒരു സർവീസ് പ്രൊവൈഡർ നമുക്കൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ മേൽ ടി ഡി എസോ ടി സി എസോ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ഥാപനം നിർബന്ധമായിട്ട് ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. സംഭവമൊക്കെ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഒരു കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആണെങ്കിൽ അദ്ദേഹം ജി എസ് ടി എടുത്തിരിക്കണം. കൂടാതെ തന്നെ ഒരു ഇന്ത്യയിൽ നിന്ന് ഔട്ട്സൈഡിൽ നിന്ന് ഒരാൾ വന്ന് ഇവിടെ ബിസിനസ് ചെയ്യുമ്പോൾ അവർക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ നിർബന്ധമാണ്. അതേപോലെ നമ്മൾ ഇൻട്രസ്റ്റേറ്റ്, സംസ്ഥാനത്തിന് പുറത്ത് നമ്മൾ കച്ചവടം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വാങ്ങുകയോ വിൽക്കുകയോ സംസ്ഥാനത്തിൽ നിന്ന് പുറത്തേക്കോ അല്ലെങ്കിൽ ഇൻബോർഡ് ഔട്ട്ബോർഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിനൊരു ജി എസ് ടി രജിസ്ട്രേഷൻ നിർബന്ധമാണ്. കൂടാതെ തന്നെ നമ്മളൊരു ഇ കൊമേഴ്സ് പോർട്ടലിൽ നമ്മൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അതിൽ നമുക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ നിർബന്ധമാണ്. അപ്പോൾ എന്ത് തരം സർവീസ് ആണെങ്കിലും ആ സർവീസ് ചെയ്യുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ ആ സർവീസിന് എന്ത് ചെയ്യണം, ജി എസ് ടി രജിസ്ട്രേഷൻ കമ്പൽസറി ആണ്. അപ്പോൾ അങ്ങ് ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ട ആരൊക്കെയെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഏകദേശം നമ്മൾ നിർബന്ധമായിട്ടും ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ.
അപ്പോൾ നമുക്ക് കൂടുതൽ ടാക്സും കാര്യങ്ങളൊക്കെ ഇൻപുട്ടും ക്ലെയിം ചെയ്യാനൊക്കെ കാര്യങ്ങൾ. അപ്പോൾ രജിസ്ട്രേഷൻ നമ്മൾ കറക്റ്റായിട്ട് ഫയൽ ചെയ്യാത്തതുകൊണ്ടാണ് കൂടുതൽ പെനാൽറ്റിയും അതുപോലെ ലേറ്റ് ഫീ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ രജിസ്ട്രേഷൻ എടുത്തിട്ട് കറക്റ്റായിട്ട് ഫയൽ ചെയ്യുകയാണെങ്കിൽ നല്ല സ്മൂത്തായി നമുക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കൊണ്ടുപോകാം. നമ്മളെ ജി എസ് ടിയുടെ റിട്ടേണും കാര്യങ്ങളൊക്കെ നമുക്ക് സ്മൂത്തായിട്ട് ഫയൽ ചെയ്യാനൊക്കെ നമുക്ക് ഈ രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം നമുക്ക് സുഖകരമായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഈ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കുന്നതിന് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് വേണ്ടത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്കൊരു പാൻ കാർഡ് നിർബന്ധമായിരിക്കണം. അതിൽ പാൻ കാർഡ്, അതായത് ഒരു പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ, അതായത് നമുക്ക് എല്ലാവർക്കും പാൻ കാർഡ് ഉണ്ടായിരിക്കും വിചാരിക്കുന്നു. പാൻ കാർഡ് നിർബന്ധമായിരിക്കണം. അതേപോലെ ഇപ്പോൾ കോപ്പി ഓഫ് ആധാർ കാർഡ്, ഇപ്പോൾ വന്നൊരു ഇതാണ്, കോപ്പി ഓഫ് ആധാർ കാർഡ് നിർബന്ധമാണ്. പിന്നെ പ്രൂഫ് ഓഫ് ബിസിനസ് രജിസ്ട്രേഷൻ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ്, അതായത് ബിസിനസ്സിൻ്റെ എന്താണ് നിങ്ങൾക്ക് ബിസിനസ്സിൻ്റെ പ്രൂഫ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അതായത് നിങ്ങൾക്ക് പ്രൂഫ് കാണിക്കാൻ പറ്റില്ലെങ്കിൽ പാൻ കാർഡ് ആണെങ്കിൽ അതിൻ്റെ പ്രൂഫ് കാണിക്കുക. കൂടാതെ തന്നെ പാർട്ണർഷിപ്പ് ഡീഡ്, അതേപോലെ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ നമുക്ക് കാണിക്കാം. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഒരു പാർട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ ഡീഡ് നമുക്ക് കാണിക്കാം. അപ്പോൾ ആ ഡീഡ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ജി എസ് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും നിർബന്ധമാണ്. പിന്നെ ഐഡൻറ്റിറ്റി ആൻഡ് അഡ്രസ് ഓഫ് പ്രൂഫ് ഓഫ് പ്രൊമോട്ടേഴ്സ് ഡയറക്ടേഴ്സ് വിത്ത് എ ഫോട്ടോഗ്രാഫ്, അതായത് ഒരു ഫോട്ടോയും വേണം, അതായത് പാർട്ട്നേഴ്സിൻ്റെ ഫോട്ടോ വേണം. അതേപോലെ ഐഡൻറ്റിറ്റി തെളിയിക്കണ, അതായത് അവരെ ആധാർ കാർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൂഫ് എന്തെങ്കിലും നിർബന്ധമായിട്ട് വേണം. പിന്നെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്സ്, അതെ ബാങ്ക് അക്കൗണ്ട് നമ്മുടെ ആ ഒരു കമ്പനി, അതായത് നമ്മളെ ബിസിനസ്സിൻ്റെ രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ നമ്മളപ്പോൾ ഒരു ഫേമിൻ്റെ രജിസ്ട്രേഷൻ എടുക്കുകയാണെങ്കിൽ ആ ഫേമിൻ്റെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് നിർബന്ധമായിരിക്കണം. ആ ബാങ്ക് അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒരു ക്യാൻസൽഡ് ചെക്ക് അപ്ലോഡ് ചെയ്യേണ്ടി വരും, കാരണം അത് രജിസ്ട്രേഷൻ എടുക്കാം. അപ്പോൾ ഞാൻ അടുത്ത കേസ് പറഞ്ഞാൽ ഓതറൈസേഷൻ ലെറ്റർ ബോർഡ് ഓഫ് റെസൊല്യൂഷൻ ഫോർ ഓതറൈസ്ഡ് സൈനറ്ററി, അതായത് ആ കമ്പനിയുടെ സൈനിങ് അതോറിറ്റി ആരാണെങ്കിൽ അല്ലെങ്കിൽ മാനേജിങ് പാർട്ണർ ആണെങ്കിൽ ആ പാർട്ണറിൻ്റെ ഒരു ഒരു ഓതറൈസേഷൻ ലെറ്റർ വേണം എന്തായാലും. പിന്നെ കൂടാതെ ഒരു പ്രൊപ്പറേറ്റർ ഫേം ആണെങ്കിൽ എന്തായാലും വേണ്ട കേട്ടോ. പ്രൊപ്പറേറ്റർ ഫേം ആണെങ്കിൽ വേണ്ട. അത് ഒരു ബിസിനസ് ഫേം, അതായത് ഒരു പാർട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ ഈ ഓതറൈസേഷൻ ലെറ്റർ വേണം. അല്ലെങ്കിൽ ബോർഡ് ഓഫ് റെസൊല്യൂഷൻ, അതായത് LLP അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് ആണെങ്കിൽ ബോർഡ് ഓഫ് റെസൊല്യൂഷൻ ഫോർ ഓതറൈസ്ഡ് സൈനറ്ററി നിർബന്ധമാണ്. പിന്നെ കൂടാതെ ഡിജിറ്റൽ സൈനേച്ചർ നിർബന്ധമാണ് ഇപ്പോൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഡിജിറ്റൽ സൈനേച്ചർ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ആധാർ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പം ഈ ഡിജിറ്റൽ സൈനേച്ചർ കൂടി വേണം നമുക്ക്. ഇപ്പോൾ OTP വെച്ച് വേണമെങ്കിൽ ചെയ്യാം. ഡിജിറ്റൽ സൈനേച്ചർ അത്ര നിർബന്ധമല്ല. നമുക്ക് ഡിജിറ്റൽ സൈനേച്ചറാണ് നമുക്ക് ഈ ഫയലിംഗ് വെച്ചിട്ട്, അത് EVC വെച്ചിട്ട് നമുക്ക് ഫയൽ ചെയ്യാം. ഡിജിറ്റൽ സൈനേച്ചർ ഓപ്ഷനിലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ GST രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് സംഭവം മനസ്സിലായി. ഒരു പെർമനൻറ്റ് അക്കൗണ്ട് വേണം, ഒരു പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ വേണം, അതേപോലെ കോപ്പി ഓഫ് ആധാർ കാർഡ് വേണം, പ്രൂഫ് ഓഫ് ബിസിനസ് വേണം, അതേപോലെ ഐഡൻറ്റിറ്റി കാർഡ്, അഡ്രസ്സ്, ഈ കാര്യങ്ങളൊക്കെ പ്രൊമോട്ടേഴ്സിൻ്റെ വേണം. അതേപോലെ ബാങ്ക് അക്കൗണ്ട് വേണം ആ കമ്പനിയുടെ. പിന്നെ ഓതറൈസേഷൻ ലെറ്റർ വേണം, അതായത് ഈ മാനേജിങ് പാർട്ണർ ആരാണോ അല്ലെങ്കിൽ അതിൻ്റെ ഓതറൈസ്ഡ് പേഴ്സൺ ആരാണെന്നുണ്ടെങ്കിൽ അവരൊരു ലെറ്റർ വേണം എന്തായാലും. അപ്പോൾ ഡിജിറ്റൽ സൈനേച്ചർ കൂടാതെ അതും കൂടി വേണം. അപ്പോൾ എന്തായാലും നമുക്കത് ഓൺലൈൻ രജിസ്ട്രേഷൻ അങ്ങനെ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് വെയിറ്റ്. അപ്പോൾ നമ്മൾ GST.gov.in എന്ന സൈറ്റിലേക്ക് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഇത് GST ഹോം പേജാണ്. അപ്പോൾ ഹോം പേജിൽ വന്നിട്ട് നമ്മൾ സർവീസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ GST രജിസ്ട്രേഷൻ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ GST സൈറ്റിൽ വന്നിട്ട്, അതായത് GST.gov.in എന്ന സൈറ്റിൽ വന്നിട്ട് സർവീസിൽ പോയിട്ട് അവിടെ നമുക്ക് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞുള്ളൊരു ടാബ് കാണാം. ആ ടാബിൽ നമുക്ക് ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കാം. ഈ ന്യൂ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പേജ് വരും. ഈ പേജിൽ നമ്മൾ ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യുക, ടാക്സ് പെയറാണ് നമ്മൾ. അപ്പോൾ ടാക്സ് പെയറാണ്, നമ്മൾ ടാക്സ് അടക്കണതാണ്, അതായത് ടാക്സ് പെയറാണ്. അതായത് ടാക്സ് പെയർ എന്തായാലും നിർബന്ധമായിട്ടും GST രജിസ്ട്രേഷൻ എടുക്കണമെന്നാണ്, അതായത് 40 lakhs പോവുകയാണെങ്കിൽ. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും ഇവിടെ നമ്മൾ GST രജിസ്ട്രേഷൻ എടുക്കാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ അത് സ്റ്റേറ്റ്, അതായത് നമ്മൾ ടാക്സ് പെയർ ആണ്. അതേപോലെ സ്റ്റേറ്റ് നമ്മൾ കേരളം എടുത്തു. കൂടാതെ തന്നെ നമ്മളെ ഡിസ്ട്രിക്റ്റ് ഏതാ കൊടുക്കുക. കൂടാതെ തന്നെ നമ്മൾ ലീഗൽ നെയിം ഓഫ് ബിസിനസ്, അത് എന്തായാലും പാൻ കാർഡിൻ്റെ പേരായിരിക്കും. അതായത് ആരുടെ പേരാണത്, പ്രൊപ്പറേറ്റർഷിപ്പ് ആണെങ്കിൽ ആ പാർട്ണറുടെ പേരായിരിക്കും ലീഗൽ നെയിം, അതായത് പാൻ കാർഡിലുള്ള നെയിമായിരിക്കും. പിന്നെ കൂടാതെ തന്നെ പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ, അതായത് ഇതിപ്പോൾ ഒരു പാർട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ, അപ്പോൾ ഒരു ഉദാഹരണം ഒരു ABC കമ്പനി ആണെങ്കിൽ ആ ABC കമ്പനി പാൻ കാർഡിന്മേ ആ കമ്പനിയുടെ പേരാണ്. അപ്പോൾ ആ ABC കമ്പനി തന്നെ ലീഗൽ നെയിമായിട്ട് വരിക. കൂടാതെ തന്നെ പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ ഏതാ വെച്ചാൽ ആ പാൻ കാർഡിൻ്റെ അത് പാൻ നമ്പർ തന്നെ. അല്ല ഇനി അത് പ്രൊപ്പറേറ്റർഷിപ്പ് ഫേമിൽ വരുമ്പോൾ, അതായത് ലീഗൽ നെയിം പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ണറുടെ പേരാവും. അതായത് പാർട്ണറുടെ പേരല്ല, പ്രൊപ്പറേറ്ററുടെ പേരാവും.
അതേപോലെ പെർമനന്റ് അക്കൗണ്ട് നമ്പറും അതായിരിക്കും. ബിസിനസ് നെയിം മാറ്റണ്ടായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രൊപ്പറേറ്റർ ആവുകൊണ്ട് ലീഗൽ നെയിം പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ അതിൻ്റെ പ്രൊപ്പറേറ്റർ അവരുടെ പേരായിട്ട് മാറുക. അപ്പോൾ ഞങ്ങൾ GST റിട്ടേണിലൊക്കെ കാണാം അങ്ങനെ. ഇപ്പോൾ ഉദാഹരണം ചില ഒരാൾ എക്സ് എന്ന് പറഞ്ഞ ഒരു പേരുണ്ടാവും. അത് എക്സ് എന്ന് പറഞ്ഞ ഒരു ആളെ പേരായിരിക്കും റിട്ടേണിൽ കാണിച്ചിട്ടുണ്ടാവുക. ബിസിനസ് ട്രേഡ് നെയിം വേറെ ആയിരിക്കും. അത് പ്രൊപ്പറേറ്റർക്ക് വരുമ്പോൾ ഉള്ളൊരു ഇതാണ് അത്. അപ്പോൾ എന്നാലും നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കും. അടുത്തത് ഒരു ഒരു വാലിഡ് ഇമെയിൽ ഐ ഡി ഒരു മൊബൈൽ നമ്പർ കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇത് പ്രൊസീഡ് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇതൊന്ന് ടൈപ്പ് ചെയ്യാൻ എന്തായാലും, അപ്പോൾ അതൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പം നമ്മളിവിടെ ടാക്സ് പെയർ, അതേപോലെ നമ്മൾ സ്റ്റേറ്റ് കൊടുക്കുക, അതേപോലെ ഡിസ്ട്രിക്റ്റ് കൊടുക്കുക, അതേപോലെ ലീഗൽ നെയിം, പാൻ കാർഡുമ്പോൾ എന്താണ് ലീഗൽ നെയിം, ആ പേരെന്താ വെച്ചാൽ ആ പാൻ കാർഡിന്മേൽ കൊടുക്കുക. പിന്നെ അതേപോലെ പെർമനന്റ് അക്കൗണ്ട് നമ്പർ കൊടുക്കുക. പിന്നെ നമ്മൾ ഈ ഒരു ഇമെയിൽ ഐ ഡി നമ്മൾ കൊടുക്കണം. അതായത് ഒരു ഇമെയിൽ ഐ ഡി, ഒരു വാലിഡ് ഇമെയിൽ ഐ ഡി കൊടുക്കണം. പിന്നെ കൂടാതെ നമ്മൾ മറ്റേ ഇവിടെ ഒരു ക്യാപ്സ് ഉണ്ടാവും. ആ ക്യാപ്സ് എൻ്റർ ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുക, പ്രൊസീഡ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വേറെ ടാബിലേക്ക് പോകും. അപ്പോൾ നമുക്കൊരു മൊബൈൽ OTP നമുക്കൊരു മൊബൈൽ OTP അതേപോലെ ഒരു ഇമെയിൽ OTP വന്നിട്ടുണ്ടാവും. ഈ മൊബൈൽ OTPയും ഇമെയിൽ OTPയും സെപ്പറേറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് OTP കൊടുത്തതിന് ശേഷമുള്ള നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കുറേ സ്റ്റെപ്പുകൾ ബാക്കിയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് മൊബൈൽ OTPയും ഇമെയിൽ OTPയും ഒന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് വെയിറ്റ്. അപ്പോൾ നമുക്ക് ഇമെയിൽ ഐ ഡി അല്ല ഇമെയിൽ OTPയും അതേപോലെ നമുക്ക് മൊബൈൽ OTPയും വന്നിട്ടുണ്ട്. നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു TRN നമ്പർ കിട്ടും നമുക്ക്. അത് ഏകദേശം ഒരു TRN നമ്പർ നമുക്ക് കിട്ടും. ഈ TRN നമ്പർ വെച്ചിട്ട് നമ്മൾ വീണ്ടും ലോഗിൻ ചെയ്തിട്ടാണ് നമ്മൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക എല്ലാവരും. നമുക്ക് പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അതായത് ഒരു TRN നമ്പർ കിട്ടും. നമ്മൾ മൊബൈൽ OTP അതേപോലെ ഇമെയിൽ OTP നമ്മൾ വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മളത് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഈ ഒരു TRN നമ്പർ കിട്ടും. ഇത് നമ്മൾ സേവ് ചെയ്യണം. നമ്മളത് എന്ത് ചെയ്യുക, ഇത് നമ്മളത് കോപ്പി പേസ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഈ TRN നമ്മളെ മെയിലിലേക്ക് വരും കേട്ടോ. എന്തായാലും ഇവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ മെയിലിൽ ഈ TRN നമ്പർ വന്നിട്ടുണ്ടാവും. ഈ TRN നമ്പർ എടുത്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ വീണ്ടും ലോഗിൻ ചെയ്യണം. എന്നിട്ടാണ് നമ്മളെ രജിസ്ട്രേഷൻ്റെ അടുത്ത സ്റ്റെപ്പുകൾ ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നമ്മൾ ഏകദേശം നമ്മൾ ഈ ഹോം പേജിൽ തന്നെ വീണ്ടും പോവുക. എന്നിട്ട് സർവീസിൽ പോവുക. എന്നിട്ട് വീണ്ടും ന്യൂ രജിസ്ട്രേഷൻ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഈ ടെമ്പററി അതായത് TRN നമ്പർ വെച്ചിട്ട് വീണ്ടും നമ്മൾ ലോഗിൻ ചെയ്യുക. അവിടെ നമ്മൾ കോപ്പി ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഈ ക്യാപ്ച കൊടുക്കണം. ക്യാപ്ച കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും പ്രൊസീഡ് കൊടുക്കുക. പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു OTP വരും. അത് അടിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ലോഗിൻ ആവും. നമുക്ക് OTP വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ OTP അടിച്ചതിന് ശേഷം വീണ്ടും പ്രൊസീഡ് എടുക്കുക. നമ്മളൊന്നൊരു e-commerceൻ്റെ ഒരു രജിസ്ട്രേഷൻ എടുക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇത് ക്രിയേറ്റ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് GST രജിസ്ട്രേഷൻ്റെ ഒരു ടാബ് കാണാം. അപ്പോൾ തന്നെ നമ്മളത് ഈ ആക്ഷനിൽ കാണാം. ഞങ്ങൾക്കൊരു എഡിറ്റിൻ്റെ ഒരു ചിഹ്നം. ഈ ചിഹ്നത്തിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓരോന്നും രജിസ്ട്രേഷൻ്റെ ആവശ്യ കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുക. അത് ചെയ്യുക. അപ്പോൾ നമുക്ക് പേര് കാര്യങ്ങളൊക്കെ കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇതിലിപ്പോൾ ഓൾറെഡി നമ്മൾ പേര് കൊടുത്തിട്ടുണ്ട്. ഇനി ട്രേഡ് നെയിം എന്താ വെച്ചാൽ ആ ട്രേഡ് നെയിം ഇവിടെ കൊടുക്കുക. പിന്നെ കൂടാതെ തന്നെ നമ്മുടെ ബിസിനസ് എന്താണ്, പ്രൊപ്പറേറ്റർഷിപ്പ് ആണെങ്കിൽ പ്രൊപ്പറേറ്റർഷിപ്പ് ഇവിടെ കൊടുക്കുക. അതേപോലെ ഏതാണ് സ്റ്റേറ്റ് വെച്ചാൽ സ്റ്റേറ്റ് ഇവിടെ കൊടുക്കുക. അങ്ങനെ കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യുക എന്തായാലും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം, നമുക്ക് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ നമ്മളെ ട്രേഡ് നെയിമൊക്കെ കൊടുക്കുക. അതായത് പ്രൊപ്പറേറ്റർ ആകുമ്പോൾ നമുക്ക് ട്രേഡ് നെയിമും ഡിഫറൻസ് ആയിരിക്കും. നമ്മളെ ലീഗൽ നെയിമും നമ്മുടെ ട്രേഡ് നെയിമിനും ഡിഫറൻസ് ആയിരിക്കും പ്രൊപ്പറേറ്റർ ആണെങ്കിൽ. അതേപോലെ പാർട്ണർഷിപ്പും LLP ഒക്കെ ആകുമ്പോൾ നമ്മളെ കറക്റ്റായിട്ട് ആ പേര് തന്നെ ആയിരിക്കും. അതായത് ലീഗൽ നെയിമും പാൻ കാർഡിലെ നെയിമും ഒരേപോലെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ e-commerce ഓപ്പറേറ്ററാണ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ e-commerce ആണ് നമ്മൾ രജിസ്ട്രേഷൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ e-commerce എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. അപ്പോൾ നമ്മളതിൽ കൊടുക്കേണ്ട അടുത്തത് നമ്മളെ നെയിം ഓഫ് പേഴ്സൺ. അപ്പോൾ നമ്മളത് ഇതിൽ പാൻ കാർഡ് കറക്റ്റായിട്ട് നമ്മൾ മിഡിൽ നെയിമും കറക്റ്റായിട്ട് നമ്മൾ പാൻ കാർഡിലുള്ള പേര് കറക്റ്റായി കൊടുക്കണം. നമ്മൾ ഫസ്റ്റ് നെയിം എന്താണെന്നുള്ള ആ കാര്യങ്ങളൊക്കെ കറക്റ്റായി കൊടുത്തതിന് ശേഷമുള്ള നമുക്കിത് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പാൻ കാർഡിലുള്ള
ഇപ്പോൾ ഫസ്റ്റ് നെയിം എന്താണെങ്കിൽ ആ ഫസ്റ്റ് നെയിം കൊടുക്കണം. അതേപോലെ മിഡിൽ നെയിം എന്താണെന്നല്ല പാൻ കാർഡിൽ കറക്റ്റായിട്ട് വന്ന ആ കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം. പിന്നെ ഫാദറിൻ്റെ പേര് ആ കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഫാദർ പേര്, അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, അതേപോലെ മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി ഒക്കെ കൊടുത്തതിന് ശേഷം പിന്നെ ഡെസിഗ്നേഷൻ സ്റ്റാറ്റസ് ആരൊക്കെയാണെന്ന് വെച്ചാൽ അത് ആ ഡെസിഗ്നേഷൻ എന്താണ്. ഇപ്പോൾ പ്രൊപ്പറേറ്റർ ആണെങ്കിൽ പ്രൊപ്പറേറ്റർ കൊടുക്കുക. പിന്നെ പാർട്ണർഷിപ്പ് ആണെങ്കിൽ മാനേജിങ് പാർട്ണർ കൊടുക്കുക. അങ്ങനെ കൊടുത്തതിന് ശേഷം പിന്നെ റെസിഡൻഷ്യൽ അഡ്രസ്സ് ഏതാ കൊടുക്കുക, അതായത് പാർട്ണറുടെ റെസിഡൻഷ്യൽ അഡ്രസ്സ് ആണ് കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഒരു മിനിറ്റ്. അപ്പോൾ ആ പാർട്ണറുടെ റെസിഡൻഷ്യൽ അഡ്രസ്സ് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, പാർട്ണറുടെ ഒരു ഫോട്ടോ പ്രൂഫ് കൂടി ഉണ്ട്, അത് അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പോൾ ജസ്റ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മളിവിടെ കൊടുത്തിട്ടുള്ള നമ്മളെ ഫസ്റ്റ് നെയിം, അതായത് നമ്മളെ സെക്കൻഡ് നമ്മൾ പ്രൊമോട്ടേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്രൊമോട്ടേഴ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ആ പ്രൊമോട്ടേഴ്സിൻ്റെ പേര്, നെയിം, അതേപോലെ മിഡിൽ നെയിം, അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ നമ്മളൊരു വാലിഡ് മൊബൈൽ നമ്പർ, അതേപോലെ ഇമെയിൽ ഐ ഡി, അതേപോലെ പിന്നെ ഡെസിഗ്നേഷൻ സ്റ്റാറ്റസ് എന്താണെന്ന് വെച്ചാൽ പ്രൊപ്പറേറ്റർ ആണ്. അത് പ്രൊപ്പറേറ്റർഷിപ്പ് വേണം. അപ്പോൾ പ്രൊപ്പറേറ്റർ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ പിന്നെ പെർമനൻ്റ് അക്കൗണ്ട് ഓട്ടോമാറ്റിക്കലി വരും നമ്മൾ ഫസ്റ്റ് കൊടുത്തതിനോട്. പിന്നെ റെസിഡൻഷ്യൽ, അതായത് പ്രൊമോട്ടറുടെ റെസിഡൻഷ്യൽ അഡ്രസ്സ് കൊടുക്കണം എന്തായാലും. അപ്പോൾ ആ കൊടുത്തതിന് ശേഷം പ്രൊമോട്ടറുടെ, അതായത് പ്രൊമോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രൊപ്പറേറ്റർ, ആ പ്രൊപ്പറേറ്ററുടെ ഫോട്ടോ കൂടി അപ്ലോഡ് ചെയ്തതിനു ശേഷം നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകണം. അതായത് ഇത് പ്രൊമോട്ടേഴ്സ് ഒരു പാർട്ട്നേഴ്സിൻ്റെ ഒരു പേജാണ്. അപ്പോൾ ഇതിൽ പ്രൊമോട്ടേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. ആധാർ കാർഡ്, ആധാർ നമ്പർ പറഞ്ഞില്ല, അത് നമുക്ക് ലാസ്റ്റ് വെരിഫൈ ചെയ്യാണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാം. ഇവിടെ പ്രൊമോട്ടറുടെ ഫോട്ടോ, അതേപോലെ അഡ്രസ്സ്, അതേപോലെ പാൻ കാർഡ്, ആ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാം. അത് നമ്മൾ 77% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കടക്കുന്നുണ്ട് കുറച്ചുകൂടി കാര്യങ്ങൾ റെഡിയാക്കാം. അപ്പോൾ നമ്മൾ അടുത്തത് ഇനി ഓതറൈസ്ഡ് സൈനറ്ററി ആണ്. അത് നമ്മളിവിടെ പ്രൈമറി ഓതറൈസ്ഡ് സൈനറ്ററി കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ വീണ്ടും അതായത് നമ്മൾ പ്രൊപ്പറേറ്റർ ആയതുകൊണ്ട് നമുക്ക് ഇനി വേറെ പ്രൂഫ് ഒന്നും വേണ്ട, ഇത് ഓതറൈസ്ഡ് സൈനറ്ററി ആയതുകൊണ്ട്. അപ്പോൾ നമ്മളത് ജസ്റ്റ് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ അടുത്തത് നമ്മൾ ഡു യു ഹാവ് എനി ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ്, അപ്പോൾ നമുക്ക് വേണ്ട. അപ്പോൾ നമ്മൾ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തു. ജസ്റ്റ് നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നത് നമ്മൾ ബിൽഡിംഗ് അഡ്രസ്സ്, അതായത് നമ്മളെ പ്ലേസ് ഓഫ് ബിസിനസ് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ കൊടുക്കണം. അപ്പോൾ നമ്മളതിന് വേണ്ട ഒരു നമ്പറും കാര്യങ്ങളും അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണം. അഡ്രസ്സ്, അതേപോലെ ഒരു ഇലക്ട്രിസിറ്റി എന്തെങ്കിലും അടച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റെസീറ്റും കാര്യങ്ങളൊക്കെ വേണം. നമുക്ക് പ്രൂഫ്, ആ ബിസിനസ്സിൻ്റെ പ്രൂഫ് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിവിടെ ഇ കൊമേഴ്സാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മളെ ബിസിനസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൽ ബിസിനസ്സിന് ഹോൾസെയിൽ ബിസിനസ് ഉണ്ട്, അതേപോലെ റീറ്റെയിൽ ബിസിനസ് ഉണ്ട്, അതേപോലെ നമ്മൾ സപ്ലൈ ഓഫ് സർവീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 3 കൊടുത്തിട്ടുണ്ട്. 3 കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതേപോലെ നമ്മൾ ഇമ്പോർട്ട് കൊടുക്കുന്നുണ്ട് എന്തായാലും. അപ്പോൾ നമ്മൾ നമ്മൾക്ക് ഇത് ഇ കൊമേഴ്സ് കൊണ്ട് ഇമ്പോർട്ട് ചെയ്യേണ്ട കേസ് വരും ചിലപ്പോൾ. അപ്പോൾ ആ കേസിൽ നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ നമ്മളിത് 3 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബിസിനസ്സിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം, നമുക്ക് എൻ്റർ ചെയ്യാവുന്നത്. അപ്പം നമ്മളെല്ലാ ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളെ ബിസിനസ്സിൻ്റെ അഡ്രസ്സ്, അതേപോലെ ബിസിനസ്സിൻ്റെ പ്രൂഫ് ഓഫ് പ്ലേസ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഇലക്ട്രിസിറ്റി ബില്ല് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് ബിസിനസ് ചെയ്യണമെങ്കിൽ അതൊക്കെ ഇവിടെ മെൻഷൻ, എക്സ്പോർട്ട്, അതേപോലെ ഹോൾസെയിൽ, ഇമ്പോർട്ട്, റീറ്റെയിൽ, ഈ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ബിസിനസ് ഡീറ്റെയിൽ കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ എവിടെയാണ് ഏതാണ് സർക്കിൾ വരുന്നെങ്കിൽ ആ സർക്കിൾ കൊടുക്കുക. അതേപോലെ നമ്മുടെ കൊമേഴ്ഷ്യൽ ടാക്സ് ഓഫീസ് എവിടെ വരുന്നത് അതൊക്കെ ഇവിടെ കൊടുത്തതിന് ശേഷം നേരെ അവിടോട്ട് വരിക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അത് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കണം. അതായത് ജസ്റ്റ് നമ്മൾ ബിസിനസ് ഡീറ്റെയിൽ കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതായത് നമ്മുടെ ഈ സെക്ഷൻ എവിടെ വരുന്നത്, അതായത് നമ്മൾ GST രജിസ്ട്രേഷൻ എടുക്കുന്ന സെക്ഷൻ എവിടെ വരുന്നത്, അതേപോലെ കമ്മീഷണറേറ്റ് അവിടെ, ഡിവിഷൻ അവിടെ വരുന്ന, റേഞ്ച് വരുന്നത്, അത് നിങ്ങളെ ഡിസ്ട്രിക്റ്റ് ബേസ് ചെയ്തിട്ട് വരിക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായി കൊടുത്തതിന് ശേഷം പിന്നെ നിങ്ങൾ നാച്ചർ ഓഫ് പൊസഷൻ ഓഫ് ബിസിനസ്, അത് നിങ്ങൾക്ക് ലീസിനാണോ, അതായത് നമ്മൾ എടുക്കുന്ന പ്ലേസ്, അതായത് പ്ലേസ് ഓഫ് ബിസിനസ് നമ്മൾ ലീസിനാണോ, റെൻ്റ് ആണോ, അതേപോലെ നമ്മൾ ഓണർഷിപ്പിൽ ഒരു കൺസെൻറ്റ് പ്രകാരമാണോ. അപ്പോൾ ആ കേസൊക്കെ അതിന് സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ്, ഇലക്ട്രിസിറ്റി ബില്ലോ അല്ല എന്തെങ്കിലും അത് രണ്ട് ഇപ്പോൾ റെൻറ്റിന് എടുക്കണമെങ്കിൽ റെൻ്റ് എഗ്രിമെൻറ്റ്, അതേപോലെ അതിൻ്റെ പ്രോപ്പർട്ടി ടാക്സ് ഒക്കെ അടച്ച റെസീറ്റും കൂടി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സെക്ഷൻ കഴിഞ്ഞു. അപ്പോൾ ജസ്റ്റ് കണ്ടിന്യൂ ചെയ്യണം, സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തിട്ട് നെക്സ്റ്റ് പേജിലേക്ക് പോകണം. നമ്മൾ അടുത്ത ഡീറ്റെയിൽസ് ഓഫ് അഡീഷണൽ പ്ലേസ് ഇല്ല, അപ്പോൾ നമ്മൾ കണ്ടിന്യൂ കൊടുക്കുകയാണ്. ജസ്റ്റ് നമ്മൾ അടുത്ത സ്റ്റേജ് വരുന്നത് പ്ലേസ് ഓഫ് ബിസിനസ്, HSN കോഡ്
നമ്മൾ തൽക്കാലം ഇ കൊമേഴ്സിൻ്റെ ജസ്റ്റ് ഒരു എൻട്രി മാത്രം കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഇലക്ട്രിക്കൽ സാധനത്തിൻ്റെ ഒരു എൻട്രി കൊടുക്കുകയാണ്. നമ്മളത് ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കൊടുത്തിട്ടുണ്ട്, പാർട്സ് ഈ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ഇനി നമുക്ക് 5 കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം ഒന്ന് ഞാൻ കൊടുത്തിട്ടുള്ളൂ. നമ്മൾ HSM കോഡ് കാരണം നമ്മൾ വിൽക്കാൻ വിചാരിച്ച സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുള്ളൂ. നമുക്കത് മോഡിഫൈ ചെയ്തിട്ട് ഇനി വീണ്ടും ആഡ് ചെയ്യാം, അത് പ്രശ്നമല്ല. അപ്പോൾ നമുക്കത് രജിസ്ട്രേഷൻ ചെയ്തിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ തൽക്കാലം ഞാൻ ഒന്ന് കൊടുത്തിട്ടുള്ളൂ. ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് 5 വരെ നമുക്ക് കൊടുക്കുക, അതായത് 5 കമ്മോഡിറ്റി നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് നമ്മൾ അടുത്തത് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തിട്ട് നമ്മളടുത്തത് സ്റ്റേറ്റ് സ്പെസിഫിക്കേഷൻ, ഇതൊന്നും നമുക്കിവിടെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് അടുത്ത സ്റ്റേജിലേക്ക് പോവാം. ആധാർ ഓതൻറ്റിക്കേഷൻ. അപ്പോൾ നമ്മളത് ഈ ആധാർ ഓതൻറ്റിക്കേഷൻ വേണം ഇവിടെ. അപ്പോൾ നമ്മളത് ജസ്റ്റ് ഇവിടെ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. പ്ലീസ് മേക്ക് ദ ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ ഓഫ് പ്രോപ്പർട്ടീസ് പ്രൈമറി ഓതറൈസ്ഡ് സിഗ്നേറ്ററി പ്രൊവൈഡഡ് ബൈ യു ആർ കറക്റ്റ്. ദ ആധാർ വാലിഡേഷൻ ലിങ്ക്സ് on the email mobile number provided by you. Okay. നമ്മൾ സേവ് ആൻഡ് കണ്ടിന്യൂ എടുക്കുക, ജസ്റ്റ് ഓക്കെ എടുക്കുക. എന്നിട്ട് നമ്മൾ അടുത്ത സ്റ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യുക. അടുത്ത സ്റ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഐ ഹിയർ ബൈ സോളംലി പറഞ്ഞിട്ടുള്ള ആ ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ ഈ ആരാണ് പ്രൊപ്പറേറ്റർ ആ പേര് കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ പ്ലേസ് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ EVC വെച്ചിട്ടാണ് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു OTP വരും. ആ OTP പ്രകാരം നമ്മൾ എന്ത് ചെയ്യുക, OTP അടിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ രജിസ്ട്രേഷൻ സബ്മിറ്റ് ചെയ്യുക. OTP അപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു GST ID GST അതിനൊക്കെ നമുക്ക് ഇമെയിൽ ആയിട്ടാണ് വരിക. അപ്പോൾ GST വന്നതിന് ശേഷം നമുക്ക് ഫസ്റ്റ് ആ യൂസർ ID വെച്ചിട്ട് നമുക്ക് ആദ്യം ഫസ്റ്റ് യൂസറിൽ പോയിട്ട് നമുക്ക്, അതായത് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം, നമ്മൾ ഹോം പേജ് ഡാഷ്ബോർഡിൽ പോകുക. ആദ്യം ലോഗ് ഔട്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഹോമിൽ പോയി കഴിഞ്ഞാൽ ഈ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം ഇവിടെ ഫസ്റ്റ് ലോഗിൻ നമ്മൾ ഇവിടെ ലോഗിൻ ചെയ്തിട്ട് നമുക്ക് ആ പ്രൊവിഷണൽ GST നമ്പറും പാസ്വേഡും നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അതൊക്കെ ലോഗിൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, പുതിയൊരു യൂസർ IDയും GST പാസ്വേഡും നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ GST നമ്മൾ ഫയൽ ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അതോടുകൂടി നമുക്ക് ആ GST നമ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ GSTയുടെ ഇത് ആക്റ്റീവായി നമുക്ക് പിന്നെ സാധനം വാങ്ങാനും വിൽക്കാനും GSTയിൽ പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് വരെയുള്ള ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് GST രജിസ്ട്രേഷൻ എടുക്കേണ്ട കാര്യം എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്തായാലും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ടത് എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.